വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാനീസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് കേട്ടോ. നല്ല സ്കിന്ന് ഹെൽത്തി ആയിരിക്കാനും ബ്രൈറ്റൻ ആയിട്ടിരിക്കാനും വേണ്ടി സഹായിക്കുന്ന ഒരു ഓയിലാണ്. അത് ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഓയിലാണ്. അത് എൻ്റെ രണ്ട് മക്കൾക്കും ഞാൻ ഉപയോഗിക്കുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു എണ്ണയാണ്. നല്ല റിസൾട്ട് തരുന്ന ഒരു എണ്ണയാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഞാൻ എൻ്റെ മൂത്ത മോക്ക് ഞാനൊരു 3 വയസ്സ് തൊട്ട് ഈ ഒരു എണ്ണയാണ് ഞാൻ തേക്കുന്നത്. ഒക്കെ ഇപ്പോൾ 7 വയസ്സാകുമ്പോൾ കേട്ടോ. ഇത് ഞാൻ മാറ്റിയിട്ടേ ഇല്ല. ഈ ഒരു എണ്ണ ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു എണ്ണയാണ്. ഇത് നല്ലൊരു റിസൾട്ട് തരുന്നൊരു എണ്ണയാണ്. അതേപോലെ തന്നെ ഇളയ മോക്കും ഈ ഒരു എണ്ണയാണ് തേക്കുന്നത്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ ഞാനൊരു 2 ചെറിയ ക്യാരറ്റ് ആയിരുന്നു, അതുകൊണ്ട് 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. 2 ചെറിയ ക്യാരറ്റ്, ഒരു വലിയ ബീട്രൂട്ട്, ഒരു ചെറുതാണെങ്കിൽ ചെറുത് മതിയാവും. ഞാൻ ഇച്ചിരി വലിയ ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. അത് പിന്നെ ഓറഞ്ചിൻ്റെ തൊലി, ഒരു ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത്. അത് ഓറഞ്ച് നന്നായിട്ട് കഴുകി തുടക്കട്ടെ, വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. ഓറഞ്ചിൻ്റെ തൊലിയും നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലി മാത്രം എടുക്കുക. എന്നിട്ട് തെറ്റിപ്പൂ മുമ്പ് അശോക തെറ്റിയായിരുന്നു എടുത്തത്. ഇപ്പോൾ അശോക തെറ്റി എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ സാധാരണ വീട്ടിൽ തെറ്റിയിരുന്നുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് കഴുകി തുടച്ച് അരിഞ്ഞെടുക്കുക. ഇത് ആദ്യം, എന്നിട്ട് ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ആദ്യം ഒന്ന് ക്രഷ് ചെയ്യുക. ക്രഷ് ചെയ്തതിന് ശേഷം ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ വേണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ ഇതേപോലെ അരച്ചെടുക്കാം. ഇത് വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. ചേർത്താൽ അതിൻ്റെ ഒരു പരുവം തെറ്റിപ്പോവും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഞാൻ എന്നിട്ട് അടി കെട്ടിയുള്ള ഒരു പാത്രത്തിൽ, ഞാൻ എപ്പോഴും ഉരുളിയിലാണ് എണ്ണ കാച്ചുന്നത്. ഈ ഒരു ഉരുളിയിലാണ് ഞാൻ കാച്ചുന്നത്. അതിൽ ഈ ഒരു മിക്സ് ഇടുക. മിക്സ് ഇട്ടതിന് ശേഷം 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ കണക്കാണ് പറയുന്നത്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം. വെളിച്ചെണ്ണയുടെ കണക്കാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു ലിറ്റർ എണ്ണയാണ്. ഇത് ഈ ഉരുളിയിലോട്ട് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ കാച്ചാൻ നിൽക്കരുത്, എണ്ണ കാച്ചരുത്. ഒരു മിനിമം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം വേണം കാച്ചാൻ. കാരണം അതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി ആ ഒരു എണ്ണയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി കേട്ടോ. വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. ഇതിപ്പം വീട്ടിൽ പുഴുങ്ങി പൊടിക്കുന്നവരുണ്ടല്ലോ, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സാധാരണ കസ്തൂരി മഞ്ഞളും ഉപയോഗിക്കാം. അല്ലെങ്കിൽ പച്ചമഞ്ഞൾ അങ്ങാടിക്കട കിട്ടുള്ളൂ, അത് ഇതിൻ്റെ കൂടെ അരച്ചും ചേർത്ത് ഉപയോഗിക്കാം. എന്നിട്ട് ഇപ്പം ഞാനൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കാച്ചാൻ നിൽക്കുന്നത്. ഗ്യാസിലാണ് കാച്ചുന്നത്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വച്ചിട്ട് എണ്ണ ഒന്ന് തിളയ്ക്കുന്ന രീതിയിൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമേ എണ്ണ കാച്ചാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് ആ ഒരു കൂട്ടൊക്കെ ഒരു മണൽത്തരി പരുവാകുന്ന സമയത്ത് റെഡിയാവും. നല്ല മണമൊക്കെ വരും കേട്ടോ. അപ്പോഴത്തേക്ക് എണ്ണ റെഡിയാവും. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം എണ്ണ കാച്ചാൻ, അല്ലെങ്കിൽ ആ പൊടിയൊക്കെ കരിഞ്ഞു പോവും. അങ്ങനെ ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ എണ്ണ ഏകദേശം റെഡിയാവും. റെഡിയായതിന് ശേഷം അന്ന് അരിച്ച് മാറ്റി വയ്ക്കരുത്. പിറ്റേ ദിവസം, ഇപ്പോൾ ഇന്ന് എണ്ണ കാച്ചാൽ നാളെ വേണം ഒഴിച്ച് മാറ്റി വെക്കാനായിട്ട്. അപ്പോഴേ അതിൻ്റെ ഒരു സത്തൊക്കെ അതിലിട്ട് ഇറങ്ങത്തുള്ളൂ. ഇതിൽ വേണമെങ്കിൽ അലോവേര ചേർക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് ഏറ്റവും നല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ തേക്കാൻ പറ്റുന്ന നല്ലൊരു എണ്ണയാണ്. 100% റിസൾട്ട് തരുന്ന ഒരു എണ്ണയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു എണ്ണ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. കുഞ്ഞുങ്ങൾക്കായാലും നമുക്കായാലും സ്കിൻ ബ്രൈറ്റൻ ആവാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ മോക്കുരുവിൻ്റെ പാടുകളെല്ലാം മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു എണ്ണ വീട്ടിൽ ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്